ഗുഡ് ഈവനിംഗ് 24 എല്ലാ പ്രേക്ഷകർക്കും പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ പ്രവിതാലക്ഷ്മി. വിശദമായ വാർത്തകൾ നോക്കാം. കേരള സർവകലാശാല സെനറ്റിലേക്കുള്ള നാമനിർദ്ദേശം റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവിൽ ചാൻസലറായ ഗവർണർക്ക് രൂക്ഷ വിമർശനം. ചാൻസലർക്ക് അനിയന്ത്രിതമായ അധികാരങ്ങളില്ല. ഗവർണർ നാമനിർദ്ദേശം ചെയ്തവർക്ക് നിയമപ്രകാരമുള്ള യോഗ്യതയില്ല. ചാൻസലറുടെ നടപടി തുല്യതയ്ക്ക് വിരുദ്ധവും വിവേചനപരവുമാണെന്ന് കോടതി ഉത്തരവിൽ പറയുന്നു. എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ശ്രീകാന്ത്, ഗവർണർക്ക് തിരിച്ചടിയാണ് കോടതിയുടെ ഈ ഉത്തരവ്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഏത് തരത്തിലായിരിക്കും ഇനി ഗവർണറുടെ നീക്കമുണ്ടാവുക? സ്വാഭാവികമായും അപ്പീൽ നൽകാൻ സാധിക്കുമല്ലോ. ഇതിലൊരു അപ്പീലിലേക്ക് ഗവർണർ പോകുമോ എന്നുള്ള കാര്യം, അത് വിധി ഇനി ഗവർണർ പഠിക്കണം, അദ്ദേഹത്തിന്റെ അഭിഭാഷകർ പഠിക്കണം. അതിനുശേഷമേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. കാരണം ഇപ്പോൾ കോടതിയിൽ നിന്നും വന്നിട്ടുള്ള വിമർശനം അത്ര കടുത്തതാണ്. ചാൻസലർക്ക് അനിയന്ത്രിതമായ അധികാരങ്ങളില്ല എന്ന് പറയുന്ന ഹൈക്കോടതി ഗവർണറുടെ സെനറ്റ് നോമിനേഷൻ സർവകലാശാല നിയമം അനുസരിച്ചാവണമെന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സർവകലാശാല നിയമത്തിൽ നിന്നും വ്യതിചലിച്ചാണ് ഗവർണർ ഈ തീരുമാനമെടുത്തതെന്നും അത് തെറ്റാണെന്നും കോടതി പറയുന്നു. ചാൻസലറുടെ നടപടി തുല്യതയ്ക്ക് വിരുദ്ധവും വിവേചനപരവുമാണെന്നും പറയുന്നുണ്ട്. വിവേചനാധികാരം യുക്തിപരമായും പക്ഷപാതരഹിതമായും വിനിയോഗിക്കണം എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. വ്യക്തിപരമായ തീരുമാനം അനുസരിച്ചല്ല ഗവർണർ തീരുമാനം എടുക്കേണ്ടത്. നാമനിർദ്ദേശം റദ്ദാക്കിയ ഉത്തരവിലാണ് ഗവർണർക്കെതിരായ വിമർശനങ്ങൾ എല്ലാം തന്നെയുള്ളത്. സ്വാഭാവികമായും ഇനി ഒരു തവണ കൂടി ഗവർണർ അപ്പീലിന് പോകും മുൻപ് ഈ വിധി ഭാഗം കൃത്യമായി പഠിച്ച ശേഷമേ ഉണ്ടാകൂ എന്നാണ് കരുതുന്നത്. ശരി, എസ് ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. അതേസമയം ഗവർണർക്കെതിരായ വിധിയെ സ്വാഗതം ചെയ്ത് നിയമമന്ത്രി പി രാജീവ്. സർവകലാശാല സെനറ്റുകളിൽ ആളുകളെ നിയമിക്കാനുള്ള അധികാരം നിയമസഭയ്ക്കാണ്. ചാൻസലർ പദവി പരമാധികാര റിപ്പബ്ലിക് അല്ലെന്നും നിയമസഭ നൽകുന്ന അധികാരം മാത്രമാണ് ചാൻസലർക്കുള്ളതെന്നും പി രാജീവ് പറഞ്ഞു. അതിലിപ്പോ നല്ല വിധിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. അതിന്റെ വിശദാംശങ്ങൾ എനിക്ക് ലഭിച്ചിട്ടില്ല. നമ്മുടെ സർവകലാശാലകൾ രൂപീകരിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും സംസ്ഥാന ലിസ്റ്റിൽ 30 പ്രകാരം സംസ്ഥാന നിയമസഭകൾക്കാണ് അധികാരം. സർവകലാശാലയിൽ ചാൻസലറേ ഉള്ളൂ. അത് ഗവർണറായ ആളെ നമ്മൾ നിശ്ചയിക്കുന്നു. അത് നിയമസഭ നൽകുന്ന ഒരു അധികാരം മാത്രമാണ്. അതൊരു പരമാധികാര റിപ്പബ്ലിക്കാണ് എന്ന മട്ടിൽ നമുക്ക് കാണാൻ പറ്റില്ല. നിയമസഭയിലെ പാസാക്കിയ നിയമം നൽകുന്ന അധികാരങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. സർക്കാർ നിലപാടുകൾക്കെതിരായാണ് ഗവർണർ പ്രവർത്തിക്കുന്നതെന്ന് മന്ത്രി ആർ ബിന്ദു. സർവകലാശാലയെ കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുകയാണ് ഗവർണർ. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ വളർത്തിയെടുക്കാതെ അതിന് വിരുദ്ധമായാണ് ഗവർണർ പ്രവർത്തിക്കുന്നത് എന്നും മന്ത്രി ആർ ബിന്ദു 24നോട് പറഞ്ഞു. സമീപകാലത്തായിട്ട് എല്ലാ വിഷയങ്ങളിലും സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് എതിരായിട്ടുള്ള നിലപാടാണ് ഗവർണർ ചാൻസലർ എന്നുള്ള നിലയ്ക്ക് സ്വീകരിച്ചു വരുന്നത്. അത് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ നിയമസഭ ഏകാഭിപ്രായത്തിൽ പാസാക്കിയ ബില്ലുകൾ പോലും ഒപ്പിടാൻ വിസമ്മതിച്ചുകൊണ്ട് അത് ഇപ്പോൾ പ്രസിഡന്റിന് അയച്ചു കൊടുത്തിരിക്കുകയാണ്. പല വിഷയങ്ങളിലും ഇടപെട്ടുകൊണ്ട് ചാൻസലർ വലിയ തലവേദന സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ വളർത്തിയെടുക്കാനുള്ള പരിശ്രമത്തിൽ ഒപ്പം നിൽക്കേണ്ടുന്ന ചാൻസലർ പലപ്പോഴും അതിന് വിരുദ്ധമായ ദിശയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് തകരാറുണ്ടാക്കുന്നുണ്ട്. അത് നമുക്ക് പരിഹരിക്കപ്പെടേണ്ട ഒരു വിഷയമായിട്ട് നിൽക്കണം. ഗർഭസ്ഥ ശിശുവിന്റെ മരണത്തിൽ കേസെടുത്തു. തിരുവനന്തപുരം തൈക്കാട് ആശുപത്രിയിൽ മരിച്ച ഗർഭസ്ഥ ശിശുവിന്റെ മൃതദേഹം പ്രതിഷേധത്തെ തുടർന്ന് ബന്ധുക്കൾക്ക് വിട്ടുനൽകി. കുട്ടിക്ക് അനക്കമില്ലാത്തതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിയപ്പോൾ ഡ്യൂട്ടി ഡോക്ടർ വേണ്ട ചികിത്സ നൽകിയില്ല എന്ന് പരാതിയുണ്ട്. കുഞ്ഞിന്റെ മരണകാരണം സ്ഥിരീകരിക്കാൻ പത്തോളജിക്കൽ ഓട്ടോപ്സി നടത്തിയ ശേഷമാണ് മൃതദേഹം വിട്ടുനൽകിയത്. നടപടി വൈകിയതിന് എതിരെയും കുടുംബം ഇന്ന് പ്രതിഷേധിച്ചിരുന്നു. എം ജി പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. പ്രതീഷ്, ഈ സംഭവമുണ്ടായി ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഇപ്പോൾ ഈ ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് നിന്ന് വരുന്ന പ്രതികരണം അതെന്താണ്? ഇതിലിപ്പോൾ കേസെടുത്തിട്ടുണ്ടല്ലോ. പ്രവിത, ഈ കുടുംബത്തിന്റെ മണിക്കൂറുകൾ നീണ്ട പ്രതിഷേധത്തിനൊടുവിലാണ് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത്. ഇന്ന് രാവിലെയോടുകൂടി മൃതദേഹം പത്തോളജിക്കൽ ഓട്ടോപ്സി നടത്തിയ ശേഷം നൽകുമെന്നതായിരുന്നു അറിയിച്ചിരുന്ന കാര്യം. പക്ഷേ അവിടെയും ചില സാങ്കേതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഈ മൃതദേഹം കൈമാറുന്നത് വൈകിപ്പിച്ചു. അങ്ങനെയാണ് കുഞ്ഞിന്റെ ശവപ്പെട്ടിയുമായി പിതാവും ബന്ധുക്കളും മെഡിക്കൽ കോളേജ് മോർച്ചറിക്ക് മുന്നിൽ പ്രതിഷേധം നടത്തിയത്. തുടർന്നാണ് ഈ പത്തോളജി ഓട്ടോപ്സി ഇന്ന് തന്നെ നടത്താമെന്ന് ആശുപത്രി അധികൃതർ തീരുമാനിച്ചതും വൈകിട്ടോടുകൂടി തന്നെ
ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അല്പസമയം മുമ്പ് ഈ മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറുകയും ചെയ്തത്. ഇതിൽ പ്രധാനമായും വലിയ വീഴ്ചകളാണ് കുടുംബം ആശുപത്രിക്കെതിരെ ഉന്നയിക്കുന്നത്. ഒന്ന്, ഈ 16-ാം തീയതി വൈകിട്ടോടുകൂടി തൈക്കാട് ആശുപത്രിയിൽ കുഞ്ഞിന് അനക്കമില്ല എന്ന് പറഞ്ഞ് എത്തുമ്പോൾ നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് മടക്കി അയക്കുകയാണ് ചെയ്തത്. അതാണ് ഒരു അനാസ്ഥയായി കുടുംബം പറയുന്നത്. മറ്റൊന്ന്, 17-ാം തീയതി SAT ആശുപത്രിയിലേക്ക് റഫർ ചെയ്ത് എത്തുകയും 18-ാം തീയതി ശസ്ത്രക്രിയ നടത്തി കുഞ്ഞിനെ പുറത്തെടുക്കുകയും ചെയ്തു. പക്ഷേ 18-ാം തീയതി കുഞ്ഞിനെ പുറത്തെടുത്തിട്ടും 21-ാം തീയതിയാണ് മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറിയത്. ഈ മൃതദേഹം കൈമാറുന്നത് വൈകിപ്പിച്ചു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം. ഇതിൽ നിലവിൽ മെഡിക്കൽ കോളേജ് പോലീസാണ് ആദ്യം കേസെടുത്തത്. ഈ തൈക്കാട് ആശുപത്രി തമ്പാനൂർ പോലീസിന്റെ പരിധിയിൽ വരുന്നത് കൊണ്ട് ഈ അന്വേഷണം തമ്പാനൂർ പോലീസിലേക്ക് മെഡിക്കൽ കോളേജ് പോലീസ് ഇതിനോടകം തന്നെ കൈമാറിയിട്ടുണ്ട്. ഈ പത്തോളജിക്കൽ ഓട്ടോപ്സി ഫലം വന്നതിന് ശേഷമേ കുഞ്ഞിന്റെ മരണത്തിലേക്ക് നയിച്ചതിന്റെ കൃത്യമായൊരു കാരണം വെളിവാകൂ. അതിനുശേഷം മറ്റ് തുടർ നടപടികളിലേക്ക് പോകുമെന്നതാണ് കുടുംബം അറിയിക്കുന്ന കാര്യം. ആരോഗ്യമന്ത്രിക്കും കുടുംബം പരാതി നൽകിയിരുന്നു. പക്ഷേ ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നോ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നോ ഒരു ഇടപെടലും ഉണ്ടായില്ല എന്നുള്ള ഒരു പരാതി കൂടി കുടുംബം ഉന്നയിക്കുന്നുണ്ട്. പ്രവിത, MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ ചികിത്സാ പിഴവെന്ന് തുടർച്ചയായി പരാതി ഉയരുന്ന സാഹചര്യത്തിൽ ഉന്നതതല യോഗം വിളിച്ച ആരോഗ്യമന്ത്രി വീണ ജോർജ് നാളെ തിരുവനന്തപുരത്താണ് യോഗം ചേരുക. കോഴിക്കോട്, ആലപ്പുഴ മെഡിക്കൽ കോളേജുകളിൽ അടുത്തിടെയുണ്ടായ വിവാദങ്ങൾ ചർച്ച ചെയ്യും. ആരോഗ്യവകുപ്പ് സെക്രട്ടറി, മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ, ആലപ്പുഴ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽമാർ, വൈസ് പ്രിൻസിപ്പൽമാർ, സൂപ്രണ്ടുമാർ, ഡെപ്യൂട്ടി സൂപ്രണ്ടുമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അനാസ്ഥയിൽ സർക്കാരിനെ ന്യായീകരിച്ചും ഡോക്ടേഴ്സിനെ കുറ്റപ്പെടുത്തിയും സലാം MLA. പിണറായി വിജയനോ വീണ ജോർജിനോ ശസ്ത്രക്രിയ നടത്താൻ കഴിയില്ല. ഡോക്ടേഴ്സിന്റെ വീഴ്ചയിൽ കക്ഷി രാഷ്ട്രീയമില്ലെന്നും MLA പറഞ്ഞു. LDFന്റെ ജനകീയ പ്രതിരോധ സദസ്സിലായിരുന്നു പ്രസംഗം. തട്ടാമുടി ന്യായങ്ങൾ പറഞ്ഞ് തങ്ങൾ ചെയ്യുന്ന കുറ്റങ്ങൾ രക്ഷപ്പെട്ടു പോകാനുള്ള നിലപാടിലേക്ക് ഇനിയും നിങ്ങളാരും വരേണ്ട കാര്യമില്ല. സ്വകാര്യ പ്രാക്ടീസ് മാത്രം നടത്തി കാശുണ്ടാക്കാൻ മാത്രമായി ജീവിക്കുന്ന ഡോക്ടർമാരെ പരസ്യപ്പെടുത്തി നിങ്ങൾ ചെയ്യുന്ന രീതികളെ ഈ സമൂഹത്തെ കൂടി ബോധ്യപ്പെടുത്തി, മാധ്യമങ്ങളെയും ബോധ്യപ്പെടുത്തി പരസ്യപ്പെടുന്ന നിലയിലേക്ക് നിങ്ങൾ മാറും. ആരോഗ്യവകുപ്പിനെതിരെ ആരോപണവുമായി അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ച മലപ്പുറം മൂന്നിയൂർ സ്വദേശിയായ 5 വയസ്സുകാരിയുടെ കുടുംബം. വിദേശത്തുനിന്ന് മരുന്നെത്തിക്കാൻ ആരോഗ്യവകുപ്പ് ഒരു നടപടിയും എടുത്തില്ലെന്ന് കുടുംബം ആരോപിച്ചു. ഇന്നലെ രാത്രിയിലാണ് ഹസൻ കോയ ഹസ്ന ദമ്പതികളുടെ മകൾ ഫദ്വ മരിച്ചത്. കുട്ടിയുടെ സംസ്കാരം ഇന്ന് നടന്നു. അത്യപൂർവ രോഗമായ മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് മലപ്പുറം മൂന്നിയൂർ സ്വദേശിയായ 5 വയസ്സുകാരി ഫദ്വ മരണത്തിന് കീഴടങ്ങിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി വെന്റിലേറ്ററിലായിരുന്ന ഫദ്വ കഴിഞ്ഞ രാത്രിയാണ് മരിച്ചത്. അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന അപൂർവ രോഗം 5 വയസ്സുകാരിയുടെ ജീവൻ കവർന്നതിൽ കുടുംബവും നാട്ടുകാരും നടുക്കത്തിലാണ്. വിദേശത്ത് നിന്ന് മരുന്നെത്തിക്കുമെന്ന ആരോഗ്യവകുപ്പിന്റെ വാഗ്ദാനം പാലിക്കപ്പെട്ടില്ലെന്ന ബന്ധുക്കൾ ആരോപിച്ചു. മരുന്നിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ അത് മരുന്ന് ഇതുവരെയായിട്ട് കിട്ടിയിട്ടില്ല. ഗവൺമെൻറ് ശ്രമിക്കുന്നുണ്ട്, ആരോഗ്യവകുപ്പ് ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞത്. പക്ഷെ ഇതുവരെയായിട്ടും ആ മരുന്ന് നമുക്ക് കിട്ടിയിട്ടില്ല. ആ മരുന്ന് തുടക്കത്തിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മളെ കുട്ടി രക്ഷപ്പെട്ടായിരുന്നു. പ്രോട്ടോകോൾ പ്രകാരമുള്ള ചികിത്സ കുട്ടിക്ക് നൽകിയെന്നും രോഗത്തിന് ഫലപ്രദമായ മരുന്നില്ലെന്നുമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് വിശദീകരിക്കുന്നത്. രോഗം മാറുമെന്ന് ഉറപ്പില്ലെങ്കിലും ജർമ്മനിയിൽ നിന്ന് മരുന്നെത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയായിരുന്നുവെന്നും ആരോഗ്യവകുപ്പ് പറയുന്നു. അതേസമയം കുട്ടിക്ക് വൈറസ് ബാധ പകരാൻ ഇടയായി എന്ന് കരുതുന്ന കടലുണ്ടിപ്പുഴയുടെ മൂന്നിയൂർ ഭാഗത്ത് നിയന്ത്രണം തുടരുകയാണ്. ജാഗ്രത തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നൊക്കെ കൃത്യമായ നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജാഗ്രതയിലാണ്. ഇപ്പോൾ കുട്ടികളാരും പുഴയിലിറങ്ങി കുളിക്കുന്നില്ല. ഫദ്വക്കൊപ്പം പുഴയിൽ കുളിക്കാനിറങ്ങിയ നിരീക്ഷണത്തിലുണ്ടായിരുന്ന മറ്റ് 3 കുട്ടികളുടെയും സ്രവ പരിശോധനാ ഫലം നെഗറ്റീവായത് ആശ്വാസമായി. 24 തിരൂർ. പെരിയാറിൽ മീനുകളുടെ കൂട്ടക്കുരുതി. എറണാകുളം എടയാർ വ്യവസായ മേഖലയിൽ പെരിയാറിലെ മത്സ്യസമ്പത്ത് പൂർണ്ണമായും ചത്തുപൊങ്ങി. ഫാക്ടറികളിലെ രാസമാലിന്യം പെരിയാറിലേക്ക് ഒഴുക്കിവിട്ടതാണ് പ്രശ്നത്തിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. കുഫോസിലെ വിദഗ്ധരെത്തി നടത്തിയ പരിശോധനയിൽ പെരിയാറിൽ ഓക്സിജന്റെ അളവ് അപകടനിലയ്ക്കും താഴെയെന്ന് കണ്ടെത്തി. ചത്തുപൊങ്ങിയ മീനുകളെ മാർക്കറ്റിൽ വിൽക്കാൻ ശ്രമിച്ച മത്സ്യവിൽപ്പനാ കേന്ദ്രം ആരോഗ്യ വിഭാഗം പൂട്ടിച്ചു.
ഇന്നലെ രാത്രി 8:30യോടെയാണ് എടയാർ വ്യവസായ മേഖലയിലെ ഫാക്ടറികളിൽ നിന്ന് രാസമാലിന്യം പെരിയാറിലേക്ക് തള്ളിയത്. തൊട്ടുപിന്നാലെ മീനുകൾ ചത്തുപൊങ്ങി. ആലുവ മുതൽ പെരിയാർ ഒഴുകുന്ന നിരവധി മേഖലകളിൽ പ്രശ്നം റിപ്പോർട്ട് ചെയ്തു. മലിനീകരണം അവരൊക്കെ ഉണ്ട്. അവരൊക്കെ ഒരു കുന്നത്തിന് മണ്ണിൽ ഇവിടെ അവർ ബോട്ടായിട്ട് വരും. നല്ല വെള്ളമുള്ള സമയത്ത് അവർ എടുത്തു നോക്കും. ആ കുഴപ്പമില്ലെന്ന് പോകും. ഇവരെല്ലാം കൂടെ ഒത്താശല്ലേ. ഇപ്പം എന്ത് പറയാൻ പറ്റും? നമ്മളിൽ തന്നെ നമ്മുടെ ഗതികേട്. പെരിയാറിൽ ഓക്സിജന്റെ അളവ് അപകട നിലയ്ക്കും താഴെയെന്ന് കുഫോസ് വിദഗ്ധർ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി. ഓക്സിജന്റെ അളവ് ഭയങ്കര കുറവാണ്. ഞങ്ങൾ ഓക്സിജൻ നോക്കുമ്പം ഇപ്പം 2 ppm, അതായത് മില്ലിഗ്രാം പെർ ലിറ്റർ, ഭയങ്കര കുറവാണ്. മീനിനൊന്നും ജീവിക്കാൻ വരെ പറ്റില്ല. മത്സ്യകർഷകർക്ക് ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് ഉണ്ടായത്. ഇതോടെ ചത്ത മീനുകളുമായി പഞ്ചായത്ത് ഓഫീസിലും തുടർന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡിലും കർഷകർ പ്രതിഷേധം നടത്തി. ഈ മത്സ്യം വിറ്റ് ഇവർക്ക് ലോണുകളും കാര്യങ്ങളും തിരിച്ചടക്കാമെന്നുള്ള കർഷകരും ഒത്തിരിയുണ്ട്. അപ്പോൾ ഈ നഷ്ടം നമുക്ക് പരിഹരിക്കാൻ കഴിയുന്ന രീതിയിലുള്ളതല്ല. പക്ഷേ എങ്കിലും ഇവർക്ക് നഷ്ടപരിഹാരം വളരെ ആവശ്യമാണ്. ചത്തുപൊങ്ങിയ മീനുകൾ വരാപ്പുഴ മാർക്കറ്റിൽ വിൽപ്പനയ്ക്കെത്തിച്ച മത്സ്യവിൽപ്പന കേന്ദ്രം പഞ്ചായത്ത് ആരോഗ്യ വിഭാഗം പൂട്ടിച്ചു. ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ചത്ത മീനുകളുമായി മാർക്കറ്റിലെത്തിയത്. 24 കൊച്ചി. പെരിയാറിൽ മീനുകൾ ചത്തുപൊങ്ങിയതിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനോടും ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിനോടും റിപ്പോർട്ട് തേടിയെന്ന് എറണാകുളം ജില്ലാ കളക്ടർ NSK ഉമേഷ്. മത്സ്യത്തൊഴിലാളികൾക്കുണ്ടായ നഷ്ടത്തെക്കുറിച്ച് പരിശോധിക്കുമെന്നും കളക്ടർ അറിയിച്ചു. ഈ കാര്യത്തിൽ നമ്മുടെ സബ് കളക്ടർ ഫോർട്ട് കൊച്ചി വെച്ചിട്ട് ഒരു കമ്മിറ്റി തന്നെ സ്ഥലം സന്ദർശിച്ച് PCB, ഇറിഗേഷൻ, ഇൻഡസ്ട്രീസ്, വാട്ടർ അതോറിറ്റി, ഹെൽത്ത് എല്ലാവരെയും വെച്ച് ഒരു സംയുക്ത കമ്മിറ്റി ഇപ്പോൾ ഈ മീറ്റിംഗിൽ തീരുമാനമായിട്ട് ഫോം ചെയ്ത് ഉടനെ സ്ഥലം സന്ദർശിച്ച് ബന്ധപ്പെട്ട ഒരു പരിശോധന നടത്തി ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് റിപ്പോർട്ട് തരണമെന്നാണ് ഈ മീറ്റിംഗിൽ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. പ്രൈം ടൈം ന്യൂസിലേക്ക് വീണ്ടും. CPIM നേതാവ് EP ജയരാജനെ വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ചുവെന്ന കേസിൽ KPCC അധ്യക്ഷൻ K സുധാകരൻ കുറ്റവിമുക്തൻ. കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന K സുധാകരന്റെ ഹർജി ഹൈക്കോടതി അനുവദിച്ചു. K സുധാകരനെ ഹൈക്കോടതി പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കി. ജസ്റ്റിസ് സിയാദ് റഹ്മാന്റെ സിംഗിൾ ബെഞ്ചാണ് K സുധാകരനെ കുറ്റവിമുക്തനാക്കി ഉത്തരവിറക്കിയത്. കേസിൽ ഗൂഢാലോചന കുറ്റമാണ് സുധാകരനെതിരെ ചുമത്തിയിരുന്നത്. എന്നാൽ ഇത് തെളിയിക്കുന്നതിനാവശ്യമായ തെളിവുകൾ ഇല്ലെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. കേസിൽ 1ഉം 2ഉം പ്രതികളായ പേട്ട ദിനേശൻ, വിക്രം ചാലിൽ ശശി എന്നിവരെ ആദ്യം ആന്ധ്രയിലെ വിചാരണ കോടതി ശിക്ഷിച്ചെങ്കിലും മേൽക്കോടതി കുറ്റവിമുക്തരാക്കിയിരുന്നു. നിരപരാധിത്വം ബോധ്യപ്പെട്ടതിൽ സന്തോഷമെന്നായിരുന്നു K സുധാകരന്റെ പ്രതികരണം. ഇല്ലാത്ത കുറ്റത്തിന് പ്രതിയാക്കി, എന്നെ ഒരു ക്രിമിനലാക്കി, ക്രിമിനൽ ലീഡറാക്കി, എന്നെ രാഷ്ട്രീയത്തിൽ നശിപ്പിക്കാൻ ശ്രമിച്ച ഇടതുപക്ഷത്തിൻ്റെയും BJPയുടെയും രാഷ്ട്രീയ നയങ്ങൾ, ആ നയങ്ങൾക്കെതിരെയുള്ള തിരിച്ചടിയാണ് ഇന്നത്തെ കോടതിയുടെ വിധി. പ്രതികൾക്ക് തന്നോട് നേരിട്ട് വിരോധമില്ലെന്നും ഗൂഢാലോചന നടത്തിയത് K സുധാകരൻ തന്നെയെന്നും EP ജയരാജൻ പ്രതികരിച്ചു. സർക്കാർ അപ്പീൽ നൽകണമെന്നും താനും നിയമ നടപടി സ്വീകരിക്കുമെന്നും EP ജയരാജൻ. ഈ കേസ് കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം. ഇനി സുപ്രീം കോടതിയുണ്ട്. കേരള ഗവൺമെൻറ്റിനോട് ഞാൻ അഭ്യർത്ഥിക്കുന്നത് സുപ്രീം കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യണം. നിയമപരമായ നടപടികൾ ഞാനും സ്വീകരിക്കാൻ ഉദ്ദേശിക്കുകയാണ്. കാരണം സുധാകരൻ പലപ്പോഴും രക്ഷപ്പെട്ടിട്ടുള്ള ആളാണ്. 2016 കേസിൽ കുറ്റവിമുക്തനാക്കണമെന്നാവശ്യപ്പെട്ട് K സുധാകരൻ ഹൈക്കോടതിയെ സമീപിച്ചത്. 1995 ഏപ്രിൽ 12 ട്രെയിൻ യാത്രയ്ക്കിടെയാണ് EPക്കെതിരെ വധശ്രമമുണ്ടായത്. തിരുവനന്തപുരത്ത് താമസിച്ച K സുധാകരൻ ജയരാജനെ കൊലപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയെന്നായിരുന്നു കേസ്. എസ് ശ്രീകാന്ത്, 24 കൊച്ചി. നെടുമ്പാശ്ശേരി അവയവക്കടത്തിൽ അന്വേഷണം വ്യാപിപ്പിക്കാൻ പോലീസ്. എറണാകുളം റൂറൽ SPയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. പ്രതി സാബിത് നാസർ ഇറാനിലേക്ക് കൊണ്ടുപോയ പാലക്കാട് സ്വദേശി ഷമീർ ബാങ്കോക്കിലാണെന്നാണ് സൂചന. അവയവക്കടത്തിന്റെ പ്രധാന കണ്ണി ഹൈദരാബാദിൽ എന്ന് പ്രതി സാബിത് മൊഴി നൽകിയിട്ടുണ്ട്. ഹൈദരാബാദ് കേന്ദ്രീകരിച്ചുള്ള അവയവക്കടത്ത് സംഘത്തിന്റെ ഭാഗമാണ് സാബിത്ത് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അന്വേഷണം അവിടേക്ക് വ്യാപിപ്പിക്കാനാണ് നീക്കം. എറണാകുളം റൂറൽ SP വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിനാണ് അന്വേഷണ ചുമതല. ഇപ്പോൾ പ്രത്യേകിച്ചും അപ്ഡേറ്റ് ഒന്നുമില്ല. ടീം ഓൾറെഡി ഫോം ചെയ്തിട്ടുണ്ട്. ആ ടീം നല്ല രീതിയിൽ ശാസ്ത്രീയമായ രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നുണ്ട്. കേസിലിരയായ പാലക്കാട് സ്വദേശി ഷമീർ ബാങ്കോക്കിൽ ഉണ്ടെന്നാണ് വിവരം. ഇയാൾ നാട്ടിലെ ചില സുഹൃത്തുക്കളെ ബാങ്കോക്കിൽ നിന്ന് ബന്ധപ്പെട്ടിരുന്നതായും വാർഡ് കൗൺസിലർ മൻസൂർ മണ്ഡലാഞ്ചേരി പറഞ്ഞു. അദ്ദേഹം ബാങ്കോക്കിൽ ഉണ്ട് എന്നാണ് അദ്ദേഹം സുഹൃത്തുക്കളെ വിളിച്ച് 1 മാസം മുമ്പ് പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ രാത്രി ഈ വിഷയവും കാര്യങ്ങളും എല്ലാം മൊത്തത്തിൽ പ്രചരിച്ചപ്പോൾ അത് ഇവനാൽ ബാധിക്കപ്പെട്ട ആളുകളാണ് ഏറ്റവും കൂടുതൽ ഇതിൽ ഫോളോ അപ്പ് ചെയ്തിരിക്കുന്നത്. പിടിയിലാകുന്നതിന് 2 ആഴ്ച മുൻപും സാബിത്ത് ഇറാനിലേക്ക് ആളുകളെ കടത്തിയെന്നാണ് കണ്ടെത്തൽ. അവയവം നഷ്ടമായവരെ കണ്ടെത്താനും
പോലീസ് അന്വേഷണം ആരംഭിച്ചു. സാവിത്തിനെ 10 ദിവസം കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. വിഷ്ണു സുരേഷ്, 24, കൊച്ചി. കോഴിക്കോട് കുറ്റിക്കാട്ടൂരിൽ കടത്തിണ്ടയിൽ നിന്ന് യുവാവ് ഷോക്കേറ്റ് മരിച്ചതിൽ KSEB ജീവനക്കാർക്ക് വീഴ്ചയില്ലെന്ന് പ്രാഥമിക റിപ്പോർട്ട്. സർവീസ് വയറിലും കടയിലെ വയറിങ്ങിലും ചോർച്ചയുണ്ട്. എന്നാൽ ഉദ്യോഗസ്ഥർ പരിശോധിച്ച സമയത്ത് പ്രശ്നമുണ്ടായിരുന്നില്ല എന്നതാണ് ന്യായീകരണം. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. പ്രാഥമിക അന്വേഷണത്തിലാണ് സർവീസ് വയറിലും കടയിലെ വയറിങ്ങിലും ചോർച്ചയുണ്ടെന്ന് കണ്ടെത്തിയത്. മഴയത്ത് സർവീസ് വയർ കടയുടെ തകര ഷീറ്റിൽ തട്ടിയതോടെ തൂണിലേക്ക് വൈദ്യുതി പ്രവഹിച്ചതാകാനാണ് സാധ്യത. കടയുടെ പുറത്ത് ബൾബുണ്ടായിരുന്നു. ഇതിനായി വലിച്ച വയറിലെ ചോർച്ചയിലൂടെയും തൂണിലേക്ക് വൈദ്യുതി എത്തിയെന്നാണ് സംശയം. കടയുടമയുടെ പരാതിയിൽ തലേന്ന് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയെങ്കിലും ലീക്കുള്ളതായി കണ്ടെത്തിയിരുന്നില്ലെന്നും പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നു. ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായെന്ന ആരോപണം നിഷേധിക്കുന്ന റിപ്പോർട്ട് KSEB അധികൃതർ വൈദ്യുതി മന്ത്രി K. കൃഷ്ണൻകുട്ടിക്ക് കൈമാറി. മരിച്ച മുഹമ്മദ് റിജാസിന്റെ കുടുംബത്തിന് വൈദ്യുതി വകുപ്പ് 5 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിട്ടുണ്ട്. കോഴിക്കോട് ഗാന്ധിനഗർ KSEB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം. 24 കോഴിക്കോട്. കാലാവസ്ഥാ റിപ്പോർട്ട് നോക്കിയാൽ കേരള തീരത്തും ചക്രവാത ചുഴി. സംസ്ഥാനത്ത് 3 ദിവസം കൂടി അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അടുത്ത 3 ദിവസം 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. 6 ജില്ലകളിൽ യെല്ലോ അലർട്ട് ഉണ്ട്. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ നാളെയും, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ മറ്റന്നാളും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യത. വാർത്തകൾ തുടരുന്നു. നോക്കാം ചില വാർത്തകൾ ചുരുക്കത്തിൽ. അഖിലേഷ് യാദവിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ സംഘർഷം. ഉത്തർപ്രദേശിലെ അസംഘട്ടിലാണ് സംഘർഷമുണ്ടായത്. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് അധ്യക്ഷൻ മാർ അത്തനേഷ്യസ് യോഹാൻ മെത്രാപ്പൊലീത്ത ഇനി ഓർമ്മ. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ തിരുവല്ല സെന്റ് തോമസ് കത്തീഡ്രലിൽ. കേരളത്തിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് വിമാനം സൗദിയിലെത്തി. ആദ്യ ഹജ്ജ് സംഘത്തിന് മക്കയിൽ ഊഷ്മള വരവേൽപ്പ് ലഭിച്ചു. IPL ആദ്യ ഫൈനലിസ്റ്റുകളെ ഇന്നറിയാം. ആദ്യ ക്വാളിഫയറിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. മത്സരം രാത്രി 7:30 അഹമ്മദാബാദിൽ. എറണാകുളം വേങ്ങൂരിൽ മഞ്ഞപ്പിത്തം ബാധിച്ച് അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുന്ന അഞ്ജന ചന്ദ്രന് കൈത്താങ്ങായി ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണൽ. പ്രതിദിന ചികിത്സയ്ക്ക് ബുദ്ധിമുട്ടുന്ന കുടുംബത്തിന് 5 ലക്ഷം രൂപയുടെ ധനസഹായം ലുലു ഗ്രൂപ്പ് കൈമാറി. ലുലു ഗ്രൂപ്പ് ചെയർമാനും MD-യുമായ MA യൂസഫ് അലിയുടെ നിർദ്ദേശപ്രകാരമാണ് സഹായധനം കൈമാറിയത്. കുടുംബത്തിന്റെ ദുരവസ്ഥ 24 വാർത്തയാക്കിയതിന് പിന്നാലെയാണ് ഇടപെടൽ. മഞ്ഞപ്പിത്തം ബാധിച്ച് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് 28 വയസ്സുകാരി അഞ്ജന ചന്ദ്രൻ. പ്രതിദിന ചികിത്സയ്ക്ക് 1 ലക്ഷത്തിലധികം രൂപയാണ് അഞ്ജനയ്ക്ക് ചെലവാകുന്നത്. ഈ തുക കണ്ടെത്താൻ കഴിയാതെ ബുദ്ധിമുട്ടിലായ കുടുംബത്തിന്റെ ദുരവസ്ഥ 24 വാർത്തയാക്കി. ഒരു ദിവസം നമ്മൾ കടന്നു പോകണമെങ്കിൽ ഒരു 1,00,000 രൂപയെങ്കിലും വേണ്ടി വരും, വെന്റിലേറ്റർ ആയതുകൊണ്ട്. അങ്ങനെ ഇപ്പോൾ വന്നിട്ട് ചികിത്സയ്ക്കായിട്ട് വന്നിട്ട് 15 ദിവസമായി. മോളുടെ കൂട്ടുകാരുടെ സഹായത്തോടുകൂടി ഒരു സഹായനിധി പോലത്തെ അക്കൗണ്ട് തുറക്കുകയും അതിലേക്ക് എല്ലാവരും സംഭാവനയൊക്കെ ചെയ്തും പിന്നെ ആളുകളിൽ നാട്ടുകാരുടെയൊക്കെ സഹായത്തോടുകൂടിയാണ് ഞങ്ങളിപ്പോൾ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നാലെ ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണലിന്റെ ഇടപെടൽ. അഞ്ജനയ്ക്ക് ചികിത്സയ്ക്കായി 5 ലക്ഷം രൂപയുടെ ചെക്ക് ലുലു ഗ്രൂപ്പ് പ്രതിനിധികൾ കൈമാറി. വലിയൊരു സഹായമാണ് ലുലു ഗ്രൂപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. നാട്ടുകാരും മറ്റുള്ള ആൾക്കാരൊക്കെ ഞങ്ങളെ സഹായിച്ചു. അതിലും വലിയൊരു സഹായമാണ് മറ്റേ ലുലു ഗ്രൂപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. മകളുടെ ആരോഗ്യനില ഇപ്പം ഇന്നലെ മുതൽ മഞ്ഞപ്പിത്തം പതുക്കെ കുറഞ്ഞു വരുന്നുണ്ട്. ആശ്വാസത്തിനുള്ള വക ഡോക്ടർമാർ പറഞ്ഞു തുടങ്ങി. 2-3 മാസം വരെ എങ്ങനെ കഴിഞ്ഞു പോകുന്നുള്ള വിഷമത്തിലായിരുന്നു. അതിന് വലിയൊരു ആശ്വാസമാണ് ഞങ്ങൾക്കിപ്പോൾ കിട്ടിയേക്കുന്നത്. ഞങ്ങളതിൽ നന്ദി പറയുന്നു എല്ലാവരോടും, 24നോടും അതുപോലെ ലുലു മാളിലെ ആളുകളോടും ഞങ്ങൾ നന്ദി പറയുന്നു. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് അഞ്ജന. ഒരാഴ്ചയായി വെന്റിലേറ്ററിന്റെ സഹായത്തോടെയായിരുന്നു ജീവൻ നിലനിർത്തിയിരുന്നത്. അഞ്ജനയുടെ ആരോഗ്യനിലയിൽ ആശാവഹമായ പുരോഗതിയുണ്ട്. 24 കൊച്ചി. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust.
ഇതോടെ പ്രൈം ടൈം ന്യൂസ് പൂർണ്ണമാകുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.